സിപ്റ്റയുടെയും PC വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷമീർ മഞ്ചേരി ഉദ്ഘാടന ദിനാസവും വേദിയിൽ സാഹസികരിക്കുന്ന മുഴുവൻ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും സാധാരണ നമസ്കാരം. എല്ലാവർക്കും തന്നെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല. എല്ലാവരും നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന്റെ ഒരു ഭാഗമാക്കുകളാണ്. നമ്മുടെ പോരായ്മകളും കുറവുകളും എന്താണ് കൂടുതലായി മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണം നമ്മൾ തന്നെയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന് പലവിധ കാരണങ്ങളുണ്ടാവാം. ഓവർലോഡ് ഒരു കാരണം തന്നെയാണ്, ഓവർലോഡ് മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വാടക കുറച്ചു പോകുന്നു, എവിടെയെങ്കിലും ഭാഗത്തായി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് മുമ്പ് എത്ര വാടകയ്ക്കും വീട്ടിലേക്ക് തിരിച്ചെത്തണം എന്ന ഒരു ചിന്താഗതി ഒക്കെ നമ്മുടെ ഈ പ്രസ്ഥാനം നിലനിൽപ്പിന് ഒരു ഭീഷണിയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട് ജില്ലയിൽ മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിൽ എല്ലായിടത്തും തന്നെ വളരെയേറെ ചർച്ചാ വിഷയവുമായ ഒരു കാര്യമാണ് വയനാട് ജില്ലയിൽ ഓവർലോഡുമായി ബന്ധപ്പെട്ടതും വാടക കുറച്ചു പോകുന്നതുമായ വിഷയങ്ങൾ. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. പല ചാനലുകളിലും പത്രങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ ലോറി ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നും, വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും, സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്നും, ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഒക്കെ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ പലരും വയനാട് ജില്ലയിലേക്ക് ലോഡുമായി വരാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഓവർലോഡ് വേണം, വാടക വേണ്ട എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രവണത നമ്മൾ കൂടുതലായി കണ്ടുവന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലവിധ ഭീഷണി ഫോൺ കോളുകളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഈ ഭീഷണി കൊണ്ടൊന്നും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയോ ഒരു പ്രസ്ഥാനത്തെയോ തകർക്കാൻ കഴിയില്ല. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിലൊരു സത്യസന്ധമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലെങ്കിൽ ഈ വ്യവസായത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ച് നമ്മൾക്ക് ഈ പ്രസ്ഥാനം വിജയിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.